ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നൽ ബിൽഡിംഗ്, ചെറുപുഴ. മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയായ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി.പി. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു. DCC നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം യോഗം ഉദ്ഘാടനം ചെയ്തു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ, PV ബാബു, മാത്യു തടത്തിൽ, TV ജനാർദ്ദനൻ, VV ദാമോദരൻ, ജോൺ ജോസഫ് തയ്യിൽ, അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ, MTP മുഹമ്മദ് കുഞ്ഞി, PP ബാലകൃഷ്ണൻ, ലളിത ബാബു, ബിജു പുളിമൂട്ടിൽ, സാജു KJ, കൃഷ്ണൻകുട്ടി, പ്രവീൺ KD, ലൈസമ്മ പനക്കൽ, രേഷ്മ വി രാജു, പ്രണവ് കരേള, നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു. എല്ലാവർക്കും അപമാനമായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ CMRൽ നിന്ന് ഒരു തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ മാസപ്പടി വാങ്ങിയ ആ കേസിൽ ഇന്നലെ SFIO അവരതിൽ പ്രതിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം 2023 ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ നമ്മുടെ മാത്യു കുഴൽനാടൻ അടക്കമുള്ള MLA-മാർ നിയമസഭയിൽ ശക്തമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രി ക്ഷുഭിതനായി സംസാരിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അന്നു മുതൽ CPM നേതാക്കന്മാർ പറയുന്നത് അത് വെറും 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. കേരളത്തിലെ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എത്തി നിൽക്കുന്നത്. ഏത് വിഷയത്തിൽ നിന്നും പൂച്ചയെ പോലെ 4 കാലിൽ വീഴാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും നമുക്കറിയാം. ഏറ്റവും പ്രമാദമായ ലാവ്ലിൻ കേസ് വർഷങ്ങളോളം ഇത്രയും കാലം സുപ്രീം കോടതിയിൽ മാറ്റിവെപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കേസ്, കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരം നടത്തിയ അഴിമതികൾ, ഇതൊക്കെ വളരെ സമർത്ഥമായി അതിനാരെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്ത് നിന്നു പോകുന്ന ശ്രീ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ സ്വന്തം മകൾക്ക് വേണ്ടി കണ്ണടച്ച സഹായങ്ങൾ ചെയ്യുന്ന പ്രവണത വന്നപ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്നലെ തന്നെ രാജിവെച്ച് പുറത്തു പോകുമായിരുന്നു. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം മുഴുവൻ കത്തിക്കുമായിരുന്നു എന്നാണ് നമുക്ക് അവരുടെ അനുഭവം വെച്ച് പറയാൻ സാധിക്കുക. നമുക്കറിയാം CPM-ന്റെ വലിയ വീരവാദങ്ങൾ. കോൺഗ്രസ് UPA ഭരണകാലത്ത് പിണറായി വിജയന്റെ മകളുടെ അഴിമതി കേസ് സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് അവർ കോഴ വാങ്ങുമ്പോൾ അതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് അതിനെല്ലാവിധ പ്രോത്സാഹനം ചെയ്തുകൊണ്ട് ഇരുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത്. നമുക്കറിയാം, ലാവ്ലിൻ കേസ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് ഇന്നും എന്നും എത്താതെ കിടക്കുകയാണ്. അത് BJP-യും അതേപോലെ തന്നെ CPM-ഉം തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് അതിപ്പോഴും അങ്ങനെ കിടക്കുന്നത്. അതേപോലെ തന്നെ ആണെങ്കിലോ ഈ കേസും SFIO-യും അതുപോലെ തന്നെ CPM-നും പിണറായി വിജയനും കൂടി ഒരു ധാരണയിലെത്തി ഇതേപോലെ തന്നെ ഇങ്ങനെ അനിശ്ചിതമായി ഈ കേസുകൾ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഇവിടെ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പുളിങ്ങോം റോഡ്,
ചൊവ്വാറ്റുകുന്നൽ ബിൽഡിംഗ് ചെറുപുഴ. ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, മനോഹരമായ ആധുനിക ഡിസൈനുകൾ, ഉയർന്ന ഗുണനിലവാരം, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുളിങ്ങോം റോഡ്, ചൊവ്വാറ്റുകുന്നൽ ബിൽഡിംഗ് ചെറുപുഴ. സ്പർശയുടെ 7ാമത്തെ ഷോറൂം കണ്ണൂർ ചെറുപുഴയിൽ. കണ്ണൂരും ഇനി ഫിജിറ്റലാകും. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ. ഫോൺ 8593874666. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമിത പ്രമോദ്. ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 7ാമത്തെ ഷോറൂം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണുള്ളത്. സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊച്ചി, മലപ്പുറം, കാലിക്കറ്റ്, കണ്ണൂർ.